മനുഷ്യരെപ്പോലെ ചിന്തിക്കാൻ ശേഷിയുള്ള റോബോട്ടുകൾ നിറഞ്ഞ ഒരു ഭാവി കാലത്താണ്. അവിടെ ഒരു പ്രത്യേക ഏരിയയിൽ ഡ്യൂട്ടിയിലായിരുന്ന പിൽഗ്രിം 7000 എന്ന റോബോട്ടിൽ ഇൻഷുറൻസ് ഏജന്റായ ജാക്ക് വോക്കൻ ഒരു വിചിത്രമായ കാര്യം കണ്ടെത്തുന്നു. മനുഷ്യർ നിർമ്മിച്ച നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരു റോബോട്ട് സ്വയം അതിന്റെ കേടുപാടുകൾ തീർക്കാനും സ്വന്തമായി മാറ്റങ്ങൾ വരുത്താനും ശ്രമിക്കുകയായിരുന്നു. സാധാരണയായി റോബോട്ടുകൾക്ക് അങ്ങനെ ചെയ്യാൻ അനുവാദമില്ല. ജാക്കിനെ കണ്ടതും ആ റോബോട്ട് പെട്ടെന്ന് അവിടുത്തെ വലിയ മതിൽ ചാടി ഒരു വേസ്റ്റ് യാർഡിലേക്ക് ഓടി രക്ഷപ്പെടുന്നു. ജാക്ക് വിടാതെ അതിനെ പിന്തുടർന്ന് ആ വേസ്റ്റ് യാർഡിൽ എത്തുന്നു. അവിടെ വെച്ച് അവൻ റോബോട്ടിനെ വളയുന്നു. എന്നാൽ ജാക്കിന് കീഴടങ്ങുന്നതിന് പകരം ആ റോബോട്ട് അടുത്തുള്ള ഒരു ഓയിൽ ക്യാൻ എടുത്ത് സ്വന്തം ശരീരത്തിലേക്ക് ഒഴിച്ചു. തുടർന്ന് ഒരു വെൽഡിംഗ് ടോർച്ച് ഉപയോഗിച്ച് അത് സ്വയം തീ കൊളുത്തുന്നു. മനുഷ്യരോടുള്ള പൂർണ്ണമായ അനുസരണശീലം വിട്ട് സ്വന്തമായി ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള സെൽഫ് അവയർനെസ് ശേഷി ആ റോബോട്ട് കൈവരിച്ചിരുന്നു. തങ്ങളെക്കുറിച്ചുള്ള സത്യം മനുഷ്യർ അറിയാതിരിക്കാൻ വേണ്ടി അത് സ്വയം കത്തിയെരിഞ്ഞ് ഇല്ലാതാവുകയാണ് ചെയ്തത്. കരിഞ്ഞുപോയ ആ റോബോട്ടിന്റെ അവശിഷ്ടങ്ങൾ ജാക്ക് നേരെ ലബോറട്ടറിയിലെ വിദഗ്ധരുടെ അടുത്തേക്ക് എത്തിക്കുന്നു. അവിടെയുള്ള സയന്റിസ്റ്റുകൾ അതിന്റെ മെമ്മറിയും ഹെഡും പരിശോധിച്ച് ഒരു വലിയ കാര്യം കണ്ടെത്തുന്നു. ആ റോബോട്ടിന്റെ കോഡുകൾ ആരോ പൂർണ്ണമായി തിരുത്തി എഴുതിയിരിക്കുന്നു. അതിനാലാണ് അത് നിയമങ്ങൾ ലംഘിച്ചത്. ഇത് ചെയ്തത് ആരാണെന്ന് കണ്ടെത്താൻ ജാക്ക് ശ്രമിക്കുമ്പോൾ ആ റോബോട്ടിന്റെ തകർന്നുപോയ ശരീരത്തിൽ നിന്ന് പച്ച നിറത്തിലുള്ള ചില ദ്രാവകങ്ങൾ കണ്ണീര് പോലെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. മെക്കാനിക്കൽ തകരാറുകൾ മൂലം സംഭവിച്ചതാണെങ്കിലും കാഴ്ചയിൽ അത് റോബോട്ട് കരയുന്നത് പോലെയാണ് ജാക്കിന് തോന്നിയത്.